സയനിസ്റ്റ് സൈന്യം ഒരിക്കൽ തിരിച്ചയച്ചാൽ പിന്നീട് ദുരിതമനുഭവിക്കുന്ന ഗസയിലെ മനുഷ്യരെ തിരിഞ്ഞു നോക്കാൻ അവളും സംഘവും വരില്ലെന്ന് കരുതിയോ? എങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അധിനിവേശ സേനയ്ക്കും തെറ്റി. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തയായ ഗ്രേറ്റ തുംബർഗ് എന്ന സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയാണ് ഫ്രീഡം ഫ്ലോട്ടില കപ്പലുമായി ഗസയിലേക്ക് വരുന്നത്. ആ സംഘത്തിൻ്റെ ധൈര്യത്തെ ചോർത്താൻ ഇസ്രായേലിന് തങ്ങളുടെ കൈക്കരുത്ത് ഒന്നും പോരാതെ വരും. 2018 തൻ്റെ 15ാമത്തെ വയസ്സിൽ സ്വീഡിഷ് പാർലമെൻറ്റിന് മുന്നിൽ ഒറ്റക്കാരംഭിച്ച ഒരു സമരം ലോക നേതാക്കളെയെല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ തുംബർഗിൻ്റെ ആത്മധൈര്യത്തെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. അന്നത്തെ ആ ഒറ്റയാൾ പോരാട്ടം പിന്നീട് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന പേരിൽ ലോകമാകെ പടർന്നു പിടിച്ചത് നാം കണ്ടതാണ്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ലോകത്തെ ഓർമ്മപ്പെടുത്തിയ ആ സമരവും കടന്ന് ഇപ്പോൾ ഗസയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലുണ്ട് ഗ്രേറ്റ തുംബർഗ്. സമാധാനത്തിൻ്റെ സന്ദേശവും ഗസയിലെ ദുരിതങ്ങൾ നേരിട്ട് ലോകത്തെ കാണിക്കുന്നതിനും തങ്ങൾ കപ്പലുകളിൽ കൊണ്ടുവരുന്ന സഹായങ്ങൾ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഗ്രേറ്റ തുംബർഗ് ഉൾപ്പെടെയുള്ളവർ ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടിലയുമായി ഗസയിലേക്ക് കപ്പലിൽ വരുന്നത്. പലസ്തീൻ പ്രദേശത്തെ ഇസ്രായേലിൻ്റെ നിയമവിരുദ്ധ ഉപരോധം തകർക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ സമുദ്ര ദൗത്യമാണിത്. ആകെ 44 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ കപ്പൽ വ്യൂഹത്തിലുണ്ട്. ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ 6 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവർ ഫ്ലോട്ടിലയുടെ ഭാഗമാണ്. കപ്പലിലെ ഏറ്റവും പ്രശസ്തയായ വ്യക്തിയാണ് നിലവിൽ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രേറ്റ തുംബർഗ്. ഈ സംഘത്തെ നയിക്കുന്നതും ഗ്രേറ്റയാണ്. നെൽസൺ മണ്ടേലയുടെ ചെറുമകനായ മാൻഡല മണ്ടേല, ഐറിഷ് ഹാസ്യനടനും ചലച്ചിത്ര നിർമ്മാതാവുമായ തദ്ഹിക്കി, ബ്രസീലിയൻ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ തിയാഗോ അവില, യാസമിൻ അഗാർ, ഇറ്റലിയിലെ ഗ്രീൻ യൂറോപ്പ് പാർട്ടിയുടെ യൂറോപ്യൻ പാർലമെൻറ്റ് അംഗങ്ങൾ, ബാഴ്സലോണയുടെ മുൻ മേയർ അഡാ കൊളാവു തുടങ്ങി നിരവധി പ്രമുഖരും ഈ സംഘത്തിലുണ്ട്. ആകെ 350 സന്നദ്ധ പ്രവർത്തകരാണ് സഹായ സാമഗ്രികൾ നിറച്ച ചെറിയ കപ്പലുകളിലുള്ളത്. ഫ്രീഡം ഫ്ലോട്ടില ഞായറാഴ്ച തുനീഷ്യൻ തീരത്ത് എത്തിയിരുന്നു. ഉജ്ജ്വല വരവേൽപ്പാണ് ഇവിടെ നിന്നും സംഘത്തിന് ലഭിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ബാഴ്സലോണയിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഏകദേശം 20 കപ്പലുകളുടെ ഫ്ലോട്ടിലയാണ് ഗസയിലേക്ക് പുറപ്പെട്ടത്. പതിവ് പോലെ ഇസ്രായേൽ തടഞ്ഞില്ലെങ്കിൽ ഗസയിൽ സഹായ വിതരണം നടത്താനാകുമെന്നാണ് സംഘം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണം നടന്നെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തുനീഷ്യയിൽ നിന്ന് ലഭിച്ച വൻ സ്വീകരണ ശേഷം പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടില കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ട്. തുനീഷ്യയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. കപ്പലിലുണ്ടായിരുന്നവർ എല്ലാം സുരക്ഷിതരാണ്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ആരോപണമുണ്ടെങ്കിലും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. GSF അഥവാ ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ഫാമിലി ബോട്ട് എന്നറിയപ്പെടുന്ന പ്രധാന ബോട്ടിലാണ് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീ പടർന്നത്. എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. ഈ ആക്രമണത്തിൽ തളരില്ലെന്നും ദൗത്യവുമായി മുന്നോട്ട് പോകുമെന്നും ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില അറിയിച്ചു. അതിനിടെ ഡ്രോൺ ആക്രമണത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഗ്ലോബൽ സമൂദ് പുറത്തുവിട്ടു. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറക്ക് ഉടൻ പുറത്തുവിടുമെന്നും ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ ഫാമിലി ബോട്ടിന്റെ പ്രധാന ഡെക്കിനും താഴെയുള്ള സംഭരണശാലക്കുമാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഞങ്ങളുടെ ദൗത്യത്തെ ഭീഷണിപ്പെടുത്താനും താളം തെറ്റിക്കാനും ലക്ഷ്യമിട്ടുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ ഞങ്ങളെ പിന്തിരിപ്പിക്കില്ല. ഗസയിലെ ഉപരോധം തകർക്കാനും അവിടുത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുമുള്ള ഞങ്ങളുടെ സമാധാനപരമായ ദൗത്യം ദൃഢനിശ്ചയത്തോടെ തന്നെ മുന്നോട്ടു പോകുമെന്നും ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില ഇൻസ്റ്റഗ്രാമിൽ അറിയിച്ചു. നിലവിൽ ഫ്ലോട്ടിലയിൽ പങ്കെടുക്കുന്ന ബോട്ടുകളിൽ ഭൂരിഭാഗവും ടുണീഷ്യ തീരത്തിന് പുറത്താണുള്ളത്. ബുധനാഴ്ച ഇവിടെ നിന്ന് ഗസയിലേക്ക് യാത്ര തിരിക്കാനാണ് സംഘം ലക്ഷ്യമിടുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.